കോട്ടയം ഇടുക്കി മലയോര മേഖലയിലെ ജനങ്ങളുടെ കാൽ നൂറ്റാണ്ട് പിന്നിട്ട കാത്തിരിപ്പാണ് അങ്കമാലി എരുമേലി ശബരിപാത. 111 കിലോമീറ്റർ ദൂരത്തിൽ 14 സ്റ്റേഷനുകളിലായാണ് പാത വിഭാവനം ചെയ്തിരിക്കുന്നത്. എന്നാൽ മലയോര മേഖലയിലേക്കുള്ള ആദ്യ റെയിൽവേ പാത ആയതിനാൽ കോട്ടയത്തെ പാലാ ഉൾപ്പെടെയുള്ള പ്രധാന സ്ഥലങ്ങളിൽ സ്റ്റേഷൻ വേണമെന്നുള്ള ആവശ്യത്തിലാണ് പ്രദേശവാസികൾ. മധ്യ കേരളത്തിലെ പ്രത്യേകിച്ചും മലയോര മേഖലകളിലെ യാത്രാ സൗകര്യം വർദ്ധിക്കും. 14 സ്റ്റേഷനുകളാണ് നിലവിലെ പദ്ധതി പ്രകാരമുള്ളത്. ആദ്യത്തെ അലൈൻമെന്റ് പ്രകാരം പാലാ നഗരപ്രദേശത്ത് റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടുത്തിയിരുന്നു. റൈറ്റ്സ് എന്ന ഏജൻസിയാണ് അതിന് ഈ സർവേ നടത്തിയത്. ഇക്കണോമിക് സർവേയും റെയിൽ റൂട്ട് സർവേയും. ഈ രണ്ട് സർവേ നടന്നപ്പോഴും അതിൻ്റെ അകത്ത് കൂടുതൽ ആളുകൾക്ക് ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാവുന്ന, സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പറ്റുന്ന, റെയിൽവേക്ക് പ്രയോജനപ്പെടുന്ന സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്ന രീതിയിലാണ് സ്റ്റേഷനുകൾ വിഭാവനം ചെയ്തത്. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പം അതിനൊക്കെ ചില ബാഹ്യ സമ്മർദ്ദങ്ങളുണ്ടായി, അതിൽ മാറ്റം വരുത്തി. അങ്ങനെ പാലാ സ്റ്റേഷൻ പാലാ നഗരത്തിൽ നിന്നും വളരെ വിദൂരമായ സ്ഥലത്തേക്ക്, ഭരണങ്ങാനത്തിനും അപ്പുറത്തേക്ക് 8 കിലോമീറ്റർ അകലെ മേലമ്പാറ എന്ന് പറഞ്ഞ ഒരു കുഗ്രാമത്തിൽ ഇരിക്കുകയാണ്. എറണാകുളം ജില്ലയിലെ അങ്കമാലി മുതൽ കോട്ടയം ജില്ലയിലെ എരുമേലി വരെയാണ് നിർദ്ദിഷ്ട പാത. ശബരി റെയിൽ പദ്ധതിയിൽ പാലാ നഗരത്തെയും ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വരികയാണ് പ്രാദേശിക സമിതികൾ. 2 സംസ്ഥാന പാതകളുടെ സംഗമ ഭൂമിയും കൂടെയാണ് പാലാ. പുനലൂർ മൂവാറ്റുപുഴ റോഡിൻ്റെയും ഏറ്റുമാനൂർ പൂഞ്ഞാർ സംസ്ഥാന പാതയുടെ സംഗമസ്ഥാനമാണ്. ഇത് ശബരിമല തീർത്ഥാടനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗേറ്റ് വേ. അതുപോലെ തന്നെ തേക്കടി വാഗമൺ ഉൾപ്പെടെയുള്ള ടൂറിസം കേന്ദ്രങ്ങളിലേക്കുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ യാത്രക്കാർ കൂടുതൽ വരുന്ന ഒരു പീരീഡിൽ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഉള്ള ഈ സ്ഥലത്ത് പാലായ നഗരത്തെ കേന്ദ്രീകരിച്ച് വേണം ആ സ്റ്റേഷൻ വരണം എന്നുള്ളതാണ് ആവശ്യം. ഭൂമി ഏറ്റെടുക്കലിനായി പാലാ സിവിൽ സ്റ്റേഷനിൽ പ്രത്യേക തഹസിൽദാർ ഓഫീസും പ്രവർത്തിച്ചിരുന്നു. പാലാ നഗരത്തിന്റെ ഭാവി വളർച്ചയ്ക്കും വാണിജ്യ മുന്നേറ്റത്തിനും റെയിൽ ഗതാഗതം അനിവാര്യമാണ്. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.